Dear students, in നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സെം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 1ന്റെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിസൻ വേഴ്സ് ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ഓണ്ടർപ്രണേഴ്സ് ആണ്. സോ നമുക്കറിയാം ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി അവരുടെ പ്രൊഫഷണലിസം ആയിക്കോട്ടെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ആയിക്കോട്ടെ ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ ബിസിനസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ആയിക്കോട്ടെ അവരുടെ ഡിസിഷൻ മേക്കിംഗ് ആയിക്കോട്ടെ എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നോർമൻ ആർ സ്മിത്തിൻ്റെ സജഷൻ പ്രകാരം 2 ബേസിക് ആയിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പ് പാറ്റേൺസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സാംപ്ലിഫൈഡ് ആർട്ടിസനും പിന്നെ ഓണ്ടർപ്രണേഴ്സും ഓപ്പർച്യൂണിറ്റി ഓണ്ടർപ്രണേഴ്സ് കേട്ടോ. അതിൽ എക്സാംപ്ലിഫൈഡ് ബൈ ആർട്ടിസൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് ക്രാഫ്റ്റ് മാനെയാണ്. നമ്മൾ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്യുന്ന ആളുകളെയാണ് ക്രാഫ്റ്റ് മാൻ അല്ലെങ്കിൽ എക്സാംപ്ലിഫൈഡ് ആർട്ടിസൻസ് എന്ന് പറയുന്നത്. ഇനി ഓപ്പർച്യൂണിറ്റി ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് മാർക്കറ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സ്മിത്ത് നമ്മളുടെ ആർട്ടിസൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ടെക്നിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. സോ അവർക്ക് കൂടുതലും ടെക്നിക്കൽ ജോബ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാനേജർ ട്രെയിനിങ്സ് ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കുറവായിരിക്കും, ലാക്കായിരിക്കും. സോ ആർട്ടിസൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ടും അവരുടെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്സും കാര്യങ്ങളെല്ലാം വരുന്നത് വേറെ എക്സാക്ട്ലി ഡിഫറെൻറ്റ് ഫ്രം ഓപ്പർച്യൂണിറ്റിക്കൽ ഓണ്ടർപ്രണേഴ്സ് ആണ്. സോ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്കുള്ള ബിസിനസ് ഡിസിഷനിലുള്ള ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ എന്ന് പറയുന്നത് അവരൊരു പാറ്റർണിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് കൂടുതലായിട്ടും അവരുടെ ഓൺ ഫാമിലി അല്ലെങ്കിൽ ഇപ്പം ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്നത്. സോ അതെന്ന് പറയുന്നത് അതൊരു ഫാമിലി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വരുന്ന കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ടാണ് അവർ ആ ഒരു സാധനം ഉണ്ടാക്കുന്നത്, ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. സോ അങ്ങനൊരു ടൈപ്പുള്ള ആളുകളെയാണ് നമ്മൾ ആർട്ടിസൻസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദേ ആർ റെഗുലർ ടു ഡെലിഗേറ്റ് അതോറിറ്റി. പിന്നെ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള അതോറിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒന്നും അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ യൂഷ്വലി അവരുടെ ക്യാപിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്ഥാപനം നടത്താനുള്ള ക്യാപിറ്റൽ സോഴ്സ് എന്ന് പറയുന്നത് 1-2 പേരിൽ നിന്ന് അല്ലെങ്കിൽ ഭയങ്കര ഫ്യൂ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സോഴ്സസ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കുടുംബപരമാണെങ്കിൽ ഒരു ചേട്ടനനിയന്മാരിൽ നിന്ന് മാത്രമായിരിക്കും അവരുടെ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആയിരിക്കും. സോ ട്രഡീഷണൽ കോമ്പണൻസ് പ്രൈസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ക്വാളിറ്റി ആയിക്കോട്ടെ കമ്പനി റെപ്യൂട്ടേഷൻ കാര്യങ്ങളെല്ലാം ഒരു ട്രഡീഷണൽ രീതിയിലായിരിക്കും. പിന്നെ അവരുടെ സെയിൽസ് എഫേർട്ടും ഒരു പേഴ്സണലാണ്, ഇംപേഴ്സണൽ ആയിട്ടുള്ള ഇപ്പം നമ്മൾ ഇംപേഴ്സണൽ ആയിട്ടുള്ള സെയിൽസ് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർട്ടിസൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്ക് ഒരു ചെറിയ ഗ്യാരേജ് ഇപ്പോൾ 2 വീലേഴ്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ആയിക്കോട്ടെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ ഇടാം, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യൻ ഒരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്യുക. ഇതെല്ലാം ഒരു ആർട്ടിസൻ ഓണ്ടർപ്രണേഴ്സിന് എക്സാമ്പിളാണ്. സോ ഓപ്പർച്യൂണിറ്റിക് ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി ഡിഫറെൻറ്റ് ഫ്രം ആർട്ടിസൻ ഓണ്ടർപ്രണേഴ്സ് ആണ്. സോ ഇവർ സപ്ലൈ ചെയ്യുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ എക്കണോമിക്കലായിക്കോട്ടെ ലോ ഹിസ്റ്ററി ഇതിലെല്ലാം അവർ പിന്നെ നമ്മളുടെ അവാർഡ് ഈ ഓപ്പർച്യൂണിറ്റിക്കൽ ഓണ്ടർപ്രണേഴ്സ് മെയിനായിട്ടും എന്താണ് പാറ്റേണിലിസം അതുപോലെ തന്നെ അതോറിറ്റി ഡെലിഗൻസി ഇതെല്ലാം അവർ പാറ്റേണിലിസം അവർ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? പാറ്റേണിലിസം എന്ന് വെച്ചാൽ എന്താണ് ഒരു ഫാദർ സൺ ബോണ്ടിങ് ഇല്ലേ. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ അച്ഛനായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് ഒരിക്കലും ഒരു ഓപ്പർച്യൂണിറ്റിക്കൽ ഓണ്ടർപ്രണറിൽ ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? അവിടെ മെയിനായിട്ട് മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരു ഹെഡ് ഉണ്ടെങ്കിൽ ഹെഡ് പറയുന്ന കാര്യങ്ങളാണ് സബോർഡിനേറ്റ്സ് അനുസരിക്കേണ്ടത്. സോ അങ്ങനെ ഒരു അതോറിറ്റി റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ഒരു ബിസിനസ്സിൽ ഗ്രോത്തും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും സെയിൽസ് എഫേർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റിക്കൽ ഓണ്ടർപ്രണേഴ്സിന് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്മോൾ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ് IT ഡെവലപ്പേഴ്സ് ഇവരെല്ലാം നമുക്ക് എന്തിന് എക്സാമ്പിൾസ് ആണ്? ഓപ്പർച്യൂണിറ്റിക്കൽ ഓണ്ടർപ്രണേഴ്സിന് എക്സാമ്പിളാണ്.
സോ സ്മിത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഓണ്ടർപ്രണർ സ്റ്റൈൽ എന്ന് പറയുന്നത് 2 എക്സ്ട്രീംസ് ആണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അറ്റ് വൺ എൻഡ് ഈസ് എ ക്രാഫ്റ്റ് പേഴ്സൺ ഈസ് ആൻ ഓണ്ടർപ്രണർ പൊസിഷൻ. ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രാഫ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ കരകൗശലമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൈത്തൊഴിലായിട്ടുള്ള ഒരാളാണ് ആദ്യത്തെ ഒരു പൊസിഷൻ ഉള്ളതെങ്കിൽ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ്, MBA PhD ഒക്കെ കഴിഞ്ഞ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഉള്ള ഒരാൾ. അങ്ങനെ 2 ഓണ്ടർപ്രണേഴ്സാണ് മെയിനായിട്ടുള്ളതെന്നാണ് സ്മിത്തിൻ്റെ അഭിപ്രായ സജഷനിൽ പറയുന്നത്. സോ ഇതാണ് ആർട്ടിസൻ വേഴ്സ് ഓപ്പർച്യൂണിറ്റിക്കൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വുമൺ ഓണ്ടർപ്രണേഴ്സ് ആണ്. സോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ജനറലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടാണ് പല നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഒരു 1997 to 2006 ഇടയിലൊക്കെ കുറേ വുമൺ ഓണ്ടർപ്രണേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ഓരോ ഫേംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് കണക്കുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ആസ് പെർ 2006 there were an estimated 7.7 million women owned firms US ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 30% ഓഫ് ഓൾ ബിസിനസ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മെന്നിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കുറച്ച് കുറവ് തന്നെയാണെങ്കിലും വുമൻസിൻ്റെ എൻട്രി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് കുറച്ചെങ്കിലും വുമൻസ് കോൺട്രിബ്യൂഷൻസ് വന്നു തുടങ്ങി. മെയിനായിട്ടും 1997 to 2006 എന്താണ് വുമൺ ഓൺഡ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന സെക്ടേഴ്സ്, ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഹോൾസെയിൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ 383% ഗ്രോത്താണ് വുമൺ ഓണ്ടർപ്രണേഴ്സിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ അസിസ്റ്റൻസ് സർവീസസിൽ നോക്കുകയാണെങ്കിൽ 130%, ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് റീക്രിയേഷൻ സർവീസിൽ നോക്കുകയാണെങ്കിൽ 116% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രൊഫഷണൽ സയൻറ്റിഫിക്കലിൽ 83%. ഇത്രയും ഗ്രോത്തുകളാണ് ഏത് ടൈം പീരീഡിൽ 1997 to 2006 ഇടയിൽ നടന്നിട്ടുള്ളത് കേട്ടോ. ഇനി പിന്നെ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വുമൺ ഓണ്ടർപ്രണർ ആയിട്ടുള്ള എലിൻ ജി മാർട്ടിൻ്റെ സ്റ്റാർട്ടപ്പ്. എങ്ങനെയാണ് ആളുടെ കൺസ്ട്രക്ഷൻ, ഹൈവേ ബേസ്ഡ് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ ആൾക്ക് വന്ന ഗ്രോത്തുകൾ കാര്യങ്ങളാണ് അവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഫീമെയിൽ ഓണ്ടർപ്രണേഴ്സ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. സോ എല്ലാ ഓണ്ടർപ്രണേഴ്സിനെ പോലെ എല്ലാ പ്രോബ്ലംസും ഫേസ് ചെയ്യണം. അതിൽ മെയിനായിട്ട് വരുന്നത് ഗേൾസിൻ്റെ അല്ലെങ്കിൽ ഫീമെയിൽസ് ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് റോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് ബുദ്ധിമുട്ട്. അതിൽ ഫസ്റ്റത്തെയാണ് ലാക്ക് ഓഫ് ആക്സസ് ടു ക്രെഡിറ്റ്. കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പല ക്രെഡിറ്റുകളും അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്നും ഫണ്ട് നമുക്ക് റേസ് ചെയ്യേണ്ടി വരും. അതിൽ വരുന്ന ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഫോർ ബിസിനസ് റിലേഷൻസ്. സിമിലർ പൊസിഷൻസിലുള്ള അല്ലെങ്കിൽ സിമിലർ ഇൻഡസ്ട്രി ഫീൽഡിലുള്ള ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കുറവ്. ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ഫീമെയിൽ ഓണ്ടർപ്രണേഴ്സ് ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. സോ ഇതെല്ലാം റീസെൻറ്റ് ഇയേഴ്സിൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഏറെക്കുറെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വുമൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ ഇതാണ് വുമൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓണ്ടർപ്രണർ ടീംസ് ആണ്. സോ ഓണ്ടർപ്രണർഷ്യൽ ടീംസ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ്ലി കോമൺ ആയിട്ട് പെർട്ടിക്കുലറായിട്ട് നമ്മൾ ഒരു സബ്സ്റ്റാൻഡൽ സൈസിൽ നമ്മൾ വരുന്ന വെഞ്ചേഴ്സിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർ ടീംസ് എന്ന് പറയുക. സോ ഈ ടീംസിൽ 2ൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. അവരവരുടെ എഫേർട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഓണ്ടർപ്രണേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ഇപ്പോൾ 2-3 ആളുകളുണ്ടെങ്കിൽ അവരുടെ ടാലൻറ്റ്സ് വേറെ ആയിരിക്കും, സ്കിൽസ് വേറെ ആയിരിക്കും, റിസോഴ്സസ് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് അവർ അസോസിയേറ്റ് ചെയ്ത് ഒരൊറ്റ സംരംഭമായിട്ട് തുടങ്ങുന്നതിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർ ടീംസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓണ്ടർപ്രണർ ടീമിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആപ്പിൾ കമ്പനി. സോ ആപ്പിൾ കമ്പനി ഓൺ ചെയ്തിരിക്കുന്നത് സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോക്സറാണ്. സോ ഇവർ 2 പേരുടെ സ്കിൽസും അവരുടെ കോംപ്ലിമെൻ്ററി സ്ട്രെങ്ത്തും എല്ലാം കൂടിയിട്ടാണ് അവർ ഒരു പാർട്ട്ണർഷിപ്പിൽ നമ്മൾ തുടങ്ങുന്ന ഒരു ഓണ്ടർപ്രണർ ഫേമിനെയാണ് നമ്മൾ ഓണ്ടർപ്രണർ ടീംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ.
സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. സോ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ പല ന്യൂസസും കേൾക്കാറുണ്ട്. പല വലിയ വലിയ സ്ഥാപനങ്ങൾ, ഫിനാൻസ് സ്ഥാപനങ്ങളെല്ലാം ലോസസ് അല്ലെങ്കിൽ നഷ്ടത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന സ്ഥാപനങ്ങളായിരിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് പ്രാക്ടീസ് കൊണ്ട് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ലോസസ് സംഭവിക്കാം. സോ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞ ഒരു വേർഡ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓണ്ടർപ്രണർഷിപ്പിലെ ഇൻറ്റഗ്രിറ്റി. സോ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റിനെയാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയാം. നമ്മുടെ ഫേം അല്ലെങ്കിൽ നമ്മുടെ ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഫേം, ബിസിനസ് ലോങ് ടേം ആക്സസിലോട്ട് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് സക്സസ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ എത്തിക്കലായിട്ടുള്ള ബിഹേവിയേഴ്സും അതുപോലെ തന്നെ പ്രോമിസസും അതുപോലെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് ഇൻറ്റഗ്രിറ്റി കൊണ്ടുവരാൻ, ലോങ് ടേം സക്സസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ചില സ്ഥാപനങ്ങളിൽ ഓണ്ടർപ്രണേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്ബിഹേവ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഫ്ലോറിംഗ് സെയിൽസ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനം കൊണ്ടുപോകുന്ന ഒരാൾക്ക് എന്താണ്, ആള് സോൾഡ് ചെയ്യുന്ന ഷീറ്റ്സ്, അയണൈസ് ചെയ്തിട്ടുള്ള ഷീറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാളിറ്റി പ്രൈസിൽ, പക്ഷേ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ഉടമസ്ഥൻ വാങ്ങുന്നത് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് യൂസിന് പറ്റുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിലും വിൽക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ റേറ്റിലാണ്. സോ ചില കസ്റ്റമേഴ്സ് നമുക്ക് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. അവർ പേ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റിൻ്റെ പൈസ കൊടുത്തിട്ട് അവർ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള എത്തിക്കൽ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ഫിനാൻഷ്യൽ മാത്രം നമ്മൾ എയിം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള മിസ്ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഇന്നാക്യുറൻസി നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പ്രോബബ്ലി ഇത് നമ്മൾ എന്താണ്, ഇത് എല്ലാ കാലവും നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ റിലേഷനാണ് നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഓണ്ടർപ്രണേഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇറ്റ് കനോട്ട് ബി ഓൺലി ദ ഗോൾ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ പാഷൻ അതാണ് കുറച്ചും കൂടി ഗോൾ. നമ്മൾ കുറച്ചും കൂടി എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഫിനാൻഷ്യലി ഗെയിൻ ചെയ്യണം എന്നുള്ള എയിം മാത്രം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബിസിനസ് മിസ്ബിഹേവ്സുകൾ നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പിൽ വരുന്നത്.